ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. നമ്മളൊക്കെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയി വീട്ടിലിരിക്കുകയാണല്ലേ. അപ്പൊ വീട്ടിൽ അധികം പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു അടിപൊളി ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കാം. കഞ്ഞി വെള്ളം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി കറി. ഇതിനായിട്ട് മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം എന്നാൽ അതിൻ്റെ ആയ ഒരു തനിമയുള്ളൊരു സ്വാദ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിയുന്നതും വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതിലേക്ക് ഒരു 20-25ഓളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോന്നുള്ളിന്നും ചില സ്ഥലത്ത് ഇതിന് പറയും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വെള്ളിയുള്ളി സവാള ഇട്ടാലും മതിയാവും, പക്ഷെ ചുവന്നുള്ളി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇടുന്നുണ്ടേ. ഇനി വറ്റൽ മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ സ്മോൾ സൈസ് 2 തക്കാളിയാണ് ഇടുന്നത്. നിങ്ങളൊരു മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണ വരെ നമുക്ക് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് കഞ്ഞിവെള്ളമാണ്. ഒരു വലിയ കപ്പ് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഈ കറിക്ക് എത്ര ചാറ് വേണം അനുസരിച്ച് കഞ്ഞിവെള്ളത്തിന്റെ അളവ് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ഒരു വലിയ കപ്പ് എടുത്തിട്ട് സാധാരണ കുറച്ച് ചാറ് മതിയെങ്കിലും ചെറിയ കപ്പ് എടുത്താലും മതിയാവും. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയത്ത് നമ്മൾ എരിവൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കഞ്ഞി വെള്ളം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് പച്ചക്കറി ഒന്നും വീട്ടിലില്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ ശരി, നമുക്കിനി വേറെ റെസിപ്പി നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കാണാം. അതുവരെ ബൈ ബൈ.